ഓണം ഇങ്ങനെ ഓടിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇന്ന് തൊട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ എനിക്കറിയാവുന്നതുപോലെ എന്നാൽ എൻ്റെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഹിന്ദു ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് തനി നാടൻ രീതിയിൽ അവരുടെ അമ്മയും മുത്തശ്ശിയും ഒക്കെ ചെയ്തിരുന്ന ആ ഒരു രീതി ഞാൻ അവരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കേണ്ടത് എന്താണെന്ന് എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സദ്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവമാണ് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ അത് തന്നെ ആയിക്കോട്ടെ എന്നോർത്തു. ഒരു മധുരത്തിൽ തന്നെ തുടങ്ങാമല്ലോ. സാമാന്യം വലിയ ഒരു പൈനാപ്പിളാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് പഴുത്തതാണ്, പക്ഷേ അത്രയ്ക്ക് വലിയ മധുരമില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ പാത്രത്തിലോട്ടിട്ടിരിക്കുന്നത് 4 കപ്പ് പൈനാപ്പിളാണ്. ഏതാണ്ട് 1.5 കപ്പ് പൈനാപ്പിൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്തിനാണെന്ന് പിന്നെ പറയാമേ. ആ പൈനാപ്പിളെല്ലാം ഒരേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് അടച്ച് കുറച്ച് നേരം ഒന്ന് വെക്കുകയാണേ. പൈനാപ്പിൾ അരിഞ്ഞപ്പോൾ മൊത്തം ഒരു 5.5 കപ്പായിരുന്നു കേട്ടോ. അതിൽ 4 കപ്പാണ് നമ്മൾ കുക്ക് ചെയ്യാനിട്ടു. അതിൽ 1.5 കപ്പ് മിക്സിയിൽ ഇച്ചിരി പോലും വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഇപ്പോൾ ദേ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ? നമ്മളിങ്ങനെ അടിച്ച് ചേർക്കുമ്പോഴത്തേക്ക് കൂടുതലും മണവുമാണ്, കൂടുതൽ ആ പൈനാപ്പിളിൻ്റെ ഒരു സ്വാദും കിട്ടും, മണവും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട്. പൈനാപ്പിൾ പച്ചടിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് ഏതാണ്ടൊക്കെ ഒരുപോലെയാണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ അതിൽ വലിയ വ്യത്യാസം വരുത്തും. ഇപ്പം ദേ ഞാൻ എടുത്തിരിക്കുന്നത് 1 മുറി തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെയാണ്. ചിലർ ചെറിയ ജീരകം ചേർക്കും, ചിലർ ചേർക്കത്തില്ല. നമ്മുടെ വീട്ടിലോട്ടും ഈ ട്രിവാൻഡ്രം സൈഡിലോട്ടൊക്കെ ജീരകം ചേർക്കും. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളേ. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാനൊരു 150 ഗ്രാം ശർക്കര കുച്ചു കുച്ചു കട്ടകളാക്കിയിട്ട് അതിനകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കുവാണേ. ശർക്കര ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് ചേർക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ അടിച്ചു വെച്ച പൈനാപ്പിളും പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ അരച്ച മിക്സിയുടെ ജാറും കൂടെ കഴുകി അതിൻ്റെ കുറച്ച് വെള്ളവും കൂടെ ചേർക്കണേ. നമ്മൾ ഓരോരുത്തരും മേടിക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണേ. ഇവിടെ തീരെ വലിയ മധുരമില്ലായിരുന്നു. നന്നായിട്ട് പഴുത്തതാണെങ്കിൽ മധുരമില്ലാതിരുന്നത് കൊണ്ട് ഞാൻ 180 ഗ്രാം ആദ്യം ചേർത്തിട്ട് പിന്നെയും കുറേ കൂടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആ ഒരു പാകത്തിനുള്ള മധുരമായി എന്ന് തോന്നിയത്. ഇതിനിടയിൽ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലോ എൻ്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് അതൊക്കെ പോയി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയാണെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങളിൽ വളരെ എക്സ്പേർട്ടായിട്ട് കുക്ക് ചെയ്യുന്ന കുറച്ച് പേരോട് ചോദിച്ച് ഞാൻ ഈ ഓണത്തിൻ്റെ സദ്യക്ക് വേണ്ട കുറച്ച് റെസിപ്പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ വേണം തോന്നിയത് കൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ശർക്കര കുറച്ചുകൂടി എനിക്ക് വേണമെന്ന് തോന്നിയപ്പം കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് ഇളക്കി ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു മധുരം എനിക്കായത്. ഇതിനകത്ത് കടുക് എല്ലാവരും ചേർക്കുന്നത് പോലെയാണോ ഞാൻ ചേർക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചേർത്തപ്പോൾ ഭയങ്കര വ്യത്യാസം എനിക്ക് തോന്നിച്ചു കേട്ടോ. ഇതെൻ്റെ ആ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന ഐഡിയയാണ്. കടുക് പച്ചയായിട്ടാണ് ചേർത്തത്. നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്, അല്ല നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 പച്ചമുളകും കൂടെ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അല്ലാതെ സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വെച്ചിരുന്നത് പൈനാപ്പിൾ കുക്ക് ചെയ്യാനായിട്ട് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ഇടുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ അതല്ല ശരിയായിട്ടുള്ള രീതി എന്നാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ സാധാരണ വെക്കുന്ന പൈനാപ്പിൾ പച്ചടിയിലും വളരെ നല്ലൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ. അത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് ആ പച്ചടിയുടെ വലിയ ചൂടൊന്ന് പോയി കഴിയുമ്പോൾ വേണം നമുക്ക് തൈര് ചേർക്കാനായിട്ട്. ഞാൻ 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തത് കേട്ടോ. നമ്മൾ പുളി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം തൈര് എന്തുമാത്രം ചേർക്കണമെന്നുള്ളത് തീരുമാനിക്കാൻ. ഈ ഭാഗത്തോട്ടൊന്നും ഞാൻ അധികം അങ്ങനെ ഈ പൈനാപ്പിൾ പച്ചടിയിൽ മുന്തിരി ഇടുന്ന കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ എന്നാലും എല്ലാവരും ഇടുന്നത് കൊണ്ട് ഞാനും കൂടെ അങ്ങ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എന്നാലും കിടക്കുന്ന കാണാൻ എന്തോ ഒരു ഭംഗിയുമുണ്ടല്ലേ. ആ കടുക് താളിച്ചത് മുന്തിരിയും എല്ലാം കൂടെ കിടക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പം അതും കുറയ്ക്കേണ്ടെന്ന് ഓർത്തു. ഇനിയിപ്പോൾ നമുക്ക് താളിക്കാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് 2 വറ്റൽമുളകും ഇട്ട് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് താളിച്ച് അതിനകത്തോട്ടൊഴിച്ച് നമ്മുടെ സുന്ദരൻ പച്ചടി റെഡി.
നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഇതിന് പൈനാപ്പിൾ പച്ചടി എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. എനിക്കറിയില്ല, ഓരോരുത്തരത്തെ ചിലർ ഇതിനെ കിച്ചടി എന്ന് പറയുന്നത് കേൾക്കാം. ഏതാ ശരിയായിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എങ്കിലും സംഗതി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതേപോലെ ഈ പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് തന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്